ആർട്ട് ഹൗസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. സ്കൂളുകളുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ ഒരുപാട് ജോലിക്കാരൊക്കെയുള്ള കമ്പനികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പലപ്പോഴും 100 അതല്ലെങ്കിൽ 500 1000 ഒക്കെ ID കാർഡുകൾ ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ വരാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഓരോ ID കാർഡുകളും ഓപ്പൺ ചെയ്ത് അതിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ മാറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ബൾക്കായിട്ട് ID കാർഡ് സെറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ID കാർഡിൻ്റെ ആ ഒരു മെയിൻ ഡിസൈൻ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ആ ഒരു ഡിസൈൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ID കാർഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിസൈൻ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റൗണ്ടിനകത്ത് ആളുകളുടെ ഫോട്ടോയും ഈ കാര്യങ്ങൾക്ക് നേരെയായിട്ട് അവരുടെ നെയിം, ക്ലാസ്, ഏജ്, മൊബൈൽ, ജെൻഡർ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ID കാർഡ് നമ്മൾ മെയിനായിട്ട് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇതൊരു JPG ഫയലായിട്ട് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഈ ഒരു ഭാഗത്ത് വരാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു Excel ഫയലിലായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു Excel ഫയൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് ആ ഒരു Excel ഫയൽ. ഇവിടെ ആ ഒരു നെയിം, ക്ലാസ്, ഏജ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ഞാൻ ഹെഡിങ്ങിന് താഴെയായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നെയിം, ഇവിടെ ക്ലാസ്, ഏജ്, മൊബൈൽ, ജെൻഡർ, ഫോട്ടോ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നെയിം എന്നതിന് താഴെയായിട്ട് എത്ര ആളുകളുടെ ID കാർഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അവരുടെ നെയിം മുഴുവനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകളുടെ ID കാർഡ് മാത്രമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്ര ഡീറ്റെയിൽസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് 1000 ആളുകളുടെ ഡീറ്റെയിൽസോ അതല്ലെങ്കിൽ 500 ആളുകളുടെ ഡീറ്റെയിൽസോ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ആളുകളുടെ ഡീറ്റെയിൽസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ക്ലാസ്, ഏജ്, മൊബൈൽ, അതുപോലെ തന്നെ ജെൻഡർ, ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയുടെ ഭാഗത്ത് ആ ഒരു ഫോട്ടോയുടെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് എല്ലാ ആളുകളുടെയും ഫോട്ടോ ആ ഒരു സെയിം ഫോൾഡറിൽ തന്നെയായിട്ട് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇത്രയും ആളുകളുടെ ID കാർഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ എല്ലാ ആളുകളുടെ ഫോട്ടോയും അവരുടെ പേരും കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ശേഷം .jpg എന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോയുടെ പേര് നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ബദർ JPG എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ എല്ലാ ആളുകളുടെ പേരും അതിനുശേഷം .jpg എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഫോട്ടോ നമ്മുടെ ആ ഒരു ID കാർഡിലേക്ക് റീപ്ലേസ് ആവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം ഈ ഒരു Excel ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് സാധാരണ Excel ഫയലൊക്കെ സേവ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ കറക്റ്റായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഫോട്ടോയുടെ പേര് കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പേര് കൊടുക്കാൻ ശ്രമിക്കുക. അതിനിടയിൽ എക്സ്ട്രാ സ്പേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എറർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശേഷം ഞാൻ ഈ ഒരു ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. ഇനി നമ്മുടെ ആ ഒരു ഡിസൈൻ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ആ ഒരു ഡിസൈൻ ഫയൽ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു നെയിം എന്നതിന് നേരെയായിട്ട് ഞാൻ ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നെയിം എന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ശേഷം അതിൻ്റെ ഫോണ്ടും കളറും ഒക്കെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ നെയിമി എന്നതിന് നേരെയായിട്ട് നെയിമി എന്ന് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ശേഷം ക്ലാസ് എന്നതിന് നേരെ ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് വലിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ പോവുകയാണ്. ശേഷം അവിടെ ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്തെടുക്കുന്നു. അതായത് നമ്മൾ ഈ ഒരു എക്സലിൻ്റെ ഹെഡിങ് ആയിട്ട് ഏതൊരു പേരാണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ടൈപ്പ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണത്തിന് അടുത്തതായിട്ട് ഞാൻ AG എന്നാണ് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു AG എന്ന് കോപ്പി ചെയ്തുകൊണ്ട് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. ആ ഒരു ഹെഡിങ്ങും അതേപോലെ തന്നെ ഇവിടെ കൊടുക്കുന്ന ആ ഒരു പേരും കറക്റ്റായിട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് എറർ ഇല്ലാതെ ലഭിക്കുന്നത്. ഞാനിപ്പോൾ മുഴുവൻ ടെക്സ്റ്റുകളും ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫോട്ടോയും കൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾ ബാറിൽ നിന്നും ഷേപ്പ് ടൂളിൽ നിന്നും എലിപ്സ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഞാനിവിടെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കുകയാണ്. ഈ ഒരു റൗണ്ടിനകത്തായിട്ടാണ് നമ്മുടെ ഫോട്ടോ വരുന്നത്. ശേഷം ഞാൻ ഈ ഒരു ഫോട്ടോക്ക് ഒരു സ്ട്രോക്കും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതും കൂടെ ഞാനിപ്പോൾ കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഫോട്ടോക്ക് ഒരു സ്ട്രോക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു റൗണ്ടിനകത്തായിട്ടാണ് നമ്മുടെ ഇമേജ് വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു ഇമേജ് ഞാൻ മോഡലായിട്ട് ഇവിടെ ആദ്യം തന്നെ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ശേഷം ഇതിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ഫയലിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇതിൻ്റെ സൈസ് Ctrl+T എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു.
ശേഷം ഈ ഒരു ലെയറിന് മുകളിൽ മൗസ് വെച്ചുകൊണ്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്ന് പ്രസ് ചെയ്തുകൊണ്ട് അതിനെ ആ ഒരു റൗണ്ടിനുള്ളിലേക്ക് മാസ്ക് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ശേഷം കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലെയർ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഇമേജിൻ്റെ ലെയർ കാണാൻ സാധിക്കും. അതിൻ്റെ നെയിമായിട്ട് നമ്മൾ ഫോട്ടോ എന്ന് കൊടുക്കുന്നു. കാരണം നമ്മൾ ഇവിടെ എക്സൽ ഫയലിൽ ഹെഡിങ് ആയിട്ട് ഫോട്ടോ എന്ന ഹെഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സെയിം ഹെഡിങ് തന്നെയാണ് നമ്മൾ ആ ഒരു ഇമേജ് ലെയറിനും കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ശേഷം ഈ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ആ ഒരു എക്സൽ ഫയലുമായിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇമേജ് എന്നതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വേരിയബിൾസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ നിന്നും ഡിഫൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ലെയറാണ് നമ്മുടെ ഫോട്ടോഷോപ്പ് ഫയലിലുള്ളത് ആ ലെയർ മുഴുവനും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് ഞാൻ നെയിം എന്ന ആ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതാണ് നെയിം എന്ന ലെയർ. ശേഷം അതിൻ്റെ ഭാഗത്ത് ഏതൊരു ടെക്സ്റ്റാണോ വരേണ്ടത് അത് നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് എക്സൽ ഷീറ്റിൽ നെയിം എന്നതിൻ്റെ ഹെഡിങ് എന്താണോ അത് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തുകൊണ്ട് അത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നെയിം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നെയിമിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം ക്ലാസ് നെയിം കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ടെക്സ്റ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് കൊടുത്തുകൊണ്ട് ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്പെല്ലിങ്ങിൽ മാറ്റങ്ങളൊന്നും വരാൻ പാടില്ല. മാത്രമല്ല അതിൻ്റെ ലെറ്ററുകളൊക്കെ ക്യാപിറ്റലും സ്മാളും ഒക്കെ കറക്റ്റ് അതേപോലെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ശേഷം ഇവിടെ AG എന്ന് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതേപോലെ മുഴുവൻ കാര്യങ്ങൾ ഞാൻ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം മുഴുവൻ ടെക്സ്റ്റുകളും ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം ആ ഒരു ഫോട്ടോയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇതിൽ നിന്നും ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ പിക്സൽ റീപ്ലേസ്മെൻറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഫോട്ടോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ മുഴുവൻ കാര്യങ്ങളും കണക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോക്സ് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മുഴുവൻ കാര്യങ്ങളും കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു എക്സൽ ഫയലിനെ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് ആയിട്ട് സേവ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഫയൽ എന്നതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ആസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ആ ഒരു ഫയലിനെ നമ്മുടെ ആ ഒരു സെയിം ഫോൾഡറിലേക്ക് തന്നെ സേവ് ചെയ്യേണ്ടതാണ്. അങ്ങനെ സേവ് ചെയ്യുന്ന സമയത്ത് സേവ് ആസ് ടൈപ്പ് ചെയ്യുന്നിടത്ത് ടെക്സ്റ്റ് ടാബ് ഡെലിമിറ്റഡ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം എന്തെങ്കിലും ഒരു പേര് നമുക്ക് ആ ഒരു ഫയലിന് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതൊരു ഫോൾഡറിലാണ് നമ്മുടെ ഇമേജ് ഉള്ളത് ആ ഒരു സെയിം ഫോൾഡറിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു എക്സൽ ഫയലും സേവ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എറർ വരാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഡാറ്റ എന്ന് പേര് കൊടുക്കുന്നു. ശേഷം സേവ് സെലക്ട് ചെയ്യുന്നു. ശേഷം ഇതേപോലെ ഒരു പോപ്പപ്പ് വരുന്നതാണ്. ഇവിടെ യെസ് എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു എക്സൽ ഫയൽ ക്ലോസ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഡോണ്ട് സേവ് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു എക്സൽ ഫയലിനെ ഈ ഒരു ഫോട്ടോഷോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഇമേജ് എന്നതിൽ പോയിക്കൊണ്ട് വേരിയബിൾസ് എന്നതിനകത്തായിട്ട് ഡാറ്റ സെറ്റ്സ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റ് ഫയലിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ലോഡ് എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ആ ഒരു ഫയൽ ഇവിടെ ലോഡ് ആയിരിക്കുകയാണ്. ശേഷം ഞാൻ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഓക്കെ എന്ന് പ്രസ് ചെയ്ത സമയത്ത് നമ്മുടെ മുഴുവൻ ഡാറ്റകളും ഇവിടെ അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ശേഷം ഈ ഒരു ആരോ മാർക്ക് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആളുകളുടെയും ഡാറ്റാസ് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. അടുത്ത ആളുകളുടെ ഡാറ്റ ഇവിടെ മാറിയിരിക്കുകയാണ്. പേരും അതേപോലെ തന്നെ മുഴുവൻ ഡീറ്റെയിൽസും മാറിയിട്ടുണ്ട്. ഫോട്ടോയും മാറിയിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ ആളുകളുടെയും ഡീറ്റെയിൽസ് നമുക്ക് ഇതേപോലെ ലഭിക്കുന്നതാണ്. ശേഷം നമുക്കിതിനെ സേവ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ശേഷം ഇതിനെ ഓരോ ഫയലിനെയും സെപ്പറേറ്റ് PSD ഫയലായിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ എന്നതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതിൽ നിന്നും ഡാറ്റ സെറ്റ്സ് ആസ് ഫയൽ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഏതൊരു ഫോൾഡറിലേക്കാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്തായിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിപ്പോൾ PSD എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഫോൾഡറിനകത്ത് ഞാനിപ്പോൾ സേവ് ചെയ്യാൻ പോവുകയാണ്. ശേഷം ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുഴുവൻ ഫയലുകളും PSD ഫയലായിട്ട് സേവ് ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ആ ഒരു ഫോൾഡർ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ മുഴുവൻ ഡാറ്റകളും ഇവിടെ ഓരോ സെപ്പറേറ്റ് PSD ഫയലായിട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി ഈ PSD ഫയലുകളെ മുഴുവനായിട്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇമേജ് ഫയലായിട്ട് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഫോട്ടോഷോപ്പിലേക്ക് തന്നെ പോകുന്നു. ശേഷം ഫയൽ എന്നതിൽ നിന്നും സ്ക്രിപ്റ്റ്സ് എന്നതിൽ നിന്നും ഇമേജ് പ്രോസസ്സർ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഏതൊരു ഫോൾഡറിലെ PSD ഫയലുകളാണോ നമുക്ക് ഇമേജ് ആയിട്ട് മാറ്റേണ്ടത് ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഞാനിപ്പോൾ ഈ ഒരു ഫോൾഡറാണ് സെലക്ട് ചെയ്യുന്നത്.
ശേഷം ഓക്കെ എന്ന് പ്രസ് കൊടുക്കുന്നു. ശേഷം ഇവിടെ താഴെ ഈ ഒരു ഭാഗത്തായിട്ട് സേവ് ആസ് JPG എന്നത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം മറ്റു മാറ്റങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് വരുത്തേണ്ടതില്ല. ശേഷം റൺ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ ഫയലുകളും സെപ്പറേറ്റ് ആയിട്ട് ഇമേജ് ആയിട്ട് സേവ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ശേഷം ഞാൻ ആ ഒരു ഫോൾഡറിലേക്ക് പോയി നോക്കാൻ പോവാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു ഫോൾഡറിനകത്തായിട്ട് JPG എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഫോൾഡർ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുഴുവൻ ആളുകളുടെയും ID കാർഡ് സെറ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഓരോ ID കാർഡും ഓപ്പൺ ചെയ്യുന്നു. നമ്മളിപ്പോൾ വെറും 7 പേരുടെ ID കാർഡ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതേപോലെ 100 ആളുകളുടെയും അതേപോലെ തന്നെ 500, 1000 ആളുകളുടെയും ഒക്കെ ID കാർഡ് നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ചെറിയ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ തുടക്കത്തിൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല എററുകളും വരാൻ സാധ്യതയുണ്ട്. ആ ഒരു എററുകളൊക്കെ കറക്റ്റായിട്ട് യൂട്യൂബിൽ അതേപോലെ തന്നെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു കാര്യം കുറച്ച് റിസ്ക് എടുത്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു രീതിയാണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ ID കാർഡുകളും സർട്ടിഫിക്കറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആർട്ടോസ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.